10 mm കൂടിയിട്ടുണ്ട്. 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ടൈറ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ക്ലച്ച് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്, അതും ഫാസ്റ്റ് ചാർജിങ് ആണ്. സീറ്റ് അത്യാവശ്യം നല്ല കൂടി കുറച്ചും കൂടി ഒരു കുഷനിങ് അതുപോലെ തന്നെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്ക് ഈ ഒരു പുതിയ 100ലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വേരിയൻറ്റ് വരികയാണെങ്കിൽ 3 വേരിയൻസിലാണെന്ന് പറഞ്ഞു, ബേസ്, മിഡ്, ടോപ്പ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ 100 350 2025 മോഡലായിട്ടാണ്. പഴയ 100 350 ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. ഇതിൻ്റെ എൻജിൻ വന്നിരിക്കുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എൻജിൻ തന്നെയാണ്. 349 cc ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ റേഷ്യോ എന്ന് പറയുന്നത് 20 PHP പവറും ടോർക്ക് വന്നിരിക്കുന്നത് 27 Nm ടോർക്കാണ്. എൻജിൻ വൈസും അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയൊരു 100ലേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ മേജർ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റും അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് യൂണിറ്റാണ്. ഈ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വന്നിരിക്കുന്നത്. മിഡ് വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും LED ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റിൽ പഴയ പോലെ തന്നെ ഹാലജൻ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. രണ്ടാമത്തെ മെയിൻ വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മൾ ചാർജിങ് പോർട്ടിലാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ്, അതും ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് സി ചാർജിങ് പോർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. മറ്റൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യത്തിലാണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്ന ക്ലച്ചാണെങ്കിൽ ഇതിലേക്ക് വന്നപ്പോൾ നല്ല ലൈറ്റ് ക്ലച്ചായിട്ടുണ്ട്. അടുത്ത വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മുടെ സീറ്റിൻ്റെ കാര്യത്തിലാണ്. സീറ്റ് അത്യാവശ്യം നല്ല കൂടി കുറച്ചും കൂടി ഒരു കുഷനിങ് അതുപോലെ തന്നെ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കമ്പയർ ടു പ്രീവിയസ് ജനറേഷൻ വരികയാണെങ്കിൽ. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോക്കിലാണ്. റിയറിലെ ഷോക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതായിരുന്നു പഴയ 100ൽ ഉണ്ടായിരുന്ന ചെറിയൊരു ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ. ഇതിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി റീട്യൂൺഡ് ആയിട്ടുള്ള ഒരു ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി. അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ആദ്യം ഉണ്ടായിരുന്നത് 150 mm ആയിരുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതൊരു 10 mm കൂടിയിട്ടുണ്ട്. 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മേജർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഈ ഒരു ട്രിപ്പർ നാവിഗേഷൻ. ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്ക് ഈ ഒരു പുതിയ 100ലേക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പുതിയ 100ലേക്ക് വന്നപ്പോൾ നമുക്ക് 3 അഡീഷണൽ കളേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് റിയോ വൈറ്റ് ആണ്, അത് നമുക്ക് വരുന്നത് സെക്കൻഡ് വേരിയൻറ്റ്, അതായത് മിഡ് വേരിയൻറ്റിലാണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് പുതിയ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ലണ്ടൻ റെഡും അതുപോലെ തന്നെ ടോക്കിയോ ബ്ലാക്കും. അങ്ങനെ നമുക്ക് 3 അഡീഷണൽ കളേഴ്സ് ഈ ഒരു പുതിയ 100ലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന 6 കളേഴ്സ് നിന്ന് 3 കളേഴ്സ് മാത്രമാണ് റീറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന് റിബൽ ബ്ലൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നമുക്ക് ടോപ്പ് എൻഡിൽ ഇപ്പോഴും അവൈലബിൾ തന്നെയാണ്. അതുകൂടാതെ ഡാപ്പർ ഗ്രേ, മിഡ് വേരിയൻറ്റിൽ ഡാപ്പർ ഗ്രേ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ആദ്യത്തെ 3 കളേഴ്സ് ഇപ്പോഴും റീറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കളേഴ്സും ചേഞ്ച് ആയിട്ടാണ് ഈ പുതിയ 3 കളറും കൂടി വന്നിരിക്കുന്നത്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. റൈഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. ആ ഒരു സിറ്റി റൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു റോഡ്സ്റ്റർ കാറ്റഗറി വാഹനമാണ്. ആ ഒരു റോഡ്സ്റ്റർ കാറ്റഗറിയിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു സിറ്റി റൈഡിനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. നമുക്ക് ആ ഒരു ടേൺസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടേൺസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല സ്മൂത്തായിട്ടാണ് നമുക്ക് ഏതൊരു ബൈക്ക് കൊണ്ടെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടെടുക്കാൻ പറ്റുന്നുണ്ട്. റിയറിലുണ്ടായിരുന്ന ഷോക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റിഫായിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്താണ്. സീറ്റായാലും അത്യാവശ്യം നല്ല സ്മൂത്താണ്, നല്ല കുഷനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പില്യൻ സീറ്റ് ആയാൽ പോലും നല്ല കംഫർട്ടബിളാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മറ്റൊരു റീസണാണ് നമുക്ക് ആ റിയറിൻ്റെ ഷോക്കിൻ്റെ ആ ഒരു കംഫർട്ട് ലെവലും കാര്യങ്ങളൊക്കെ. ക്ലച്ചും നല്ല ലൈറ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ക്ലച്ചായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും 10 mm കൂട്ടിയോണ്ട് തന്നെ 160 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു 30-35 നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ആ ഒരു 5th ഗിയറിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സോ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂസും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റെക്ടിഫൈ ചെയ്ത് വന്ന പുതിയൊരു ഫേസ് ലിഫ്റ്റ് തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിൽ റെക്കമെൻഡ് ചെയ്യുക, ഈവൻ പ്രൈസിങ് ആയാലും കംഫർട്ട് ആയാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോട്ടോർ സൈക്കിളും കൂടിയാണ് ഈ ഒരു 100 350.
റോയൽ എൻഫീൽഡിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് ഈ ഒരു 100-350 എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വേരിയൻറ്റ് വരികയാണെങ്കിൽ 3 വേരിയൻസിലാണെന്ന് പറഞ്ഞു, ബേസ്, മിഡ്, ടോപ്പ്. ബേസ് വേരിയൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 1,50,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. ഇനി മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പം 1,76,000, ടോപ്പ് എൻഡിലേക്ക് വരുമ്പം 1,81,000 രൂപയാണ് ഒരു പ്രൈസ് എക്സ് ഷോറൂം ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ നമുക്ക് ഈ ഒരു വാഹനം ഇന്ന് തന്നിരിക്കുന്നത് കാലിക്കറ്റുള്ള ഷോറൂമിൽ നിന്നാണ്. കാലിക്കറ്റ് പുതിയങ്ങാടിയുള്ള ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ബുക്കിംഗ് എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്തുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് അടുത്തോട്ടിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.